എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും സ്വിമ്മിങ് അറിയാവുന്നവരാണ്, സ്വിമ്മിങ് ചെയ്യുന്നവരാണ്, അതുകൊണ്ട് എനിക്ക് വെള്ളത്തിൽ കുഴപ്പമില്ലെന്ന്. പക്ഷേ നമ്മുടെ ഒരു അപകടം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നീന്തൽ അറിയുന്നവരാണ് ഈ അപകടത്തിൽപ്പെടുന്നത്. നമ്മുടെ എല്ലാ വാർത്തയും ശ്രദ്ധിക്കുക. അതിൻ്റെ അത് നീന്തൽ അറിയാൻ വയ്യാത്തവർ രക്ഷപ്പെടുന്നുണ്ട്, നീന്തൽ അറിയുന്നവരാണ്. എൻ്റെ ഓവർ കോൺഫിഡൻസ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നീന്തൽ അറിയുന്നവരും അറിയാൻ വയ്യാത്ത സ്ഥലത്ത്, പരിചിതമല്ലാത്ത സ്ഥലത്ത് വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക. അതാണ് അതറിയില്ല ഒരു കുട്ടിക്ക് നീന്തൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നീന്തൽ അറിയാത്ത ഒരാൾ വെള്ളത്തിൽ പോകുമ്പോൾ നീന്തൽ അറിയാവുന്ന ഒരാൾ അപരിചിതമായ സ്ഥലത്ത് നമ്മൾ ഇറങ്ങും. അവിടുത്തെ ഡെപ്തോ അവിടെ എന്തൊക്കെ ഉണ്ടെന്നോ എന്തൊക്കെ കാര്യങ്ങൾ ആ വെള്ളത്തിനടിയിൽ ഉണ്ടെന്നോ ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല. ഒഴുക്ക് ഇപ്പം തന്നെ നമ്മൾ ഇത്ര 1.5 മീറ്റർ വെള്ളം കുറഞ്ഞിട്ടും നമുക്ക് തന്നെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല, അത്ര ഒഴുക്കാണ്. അപ്പം അറിയാൻ വയ്യാത്തവർ വന്ന ആ സ്ഥലത്ത് ഇറങ്ങുമ്പോൾ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ എല്ലാ അപകടങ്ങളും നോക്കുക, വെള്ളത്തിൽ വീണ എല്ലാ അപകടങ്ങളും നീന്തൽ അറിയുന്നവരാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെട്ടേക്കുന്നത്. അപ്പോൾ ഓവർ കോൺഫിഡൻസ്, മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറങ്ങുക, ഒരു കാരണവശാലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഈ വെള്ളത്തിൽ വീണാണ്ട് 3 മിനിറ്റ് കിട്ടിയ ശേഷം അതിജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കേട്ടുണ്ട്. അത് നമ്മൾ സാധാരണ ചിന്തിക്കുക, നമുക്ക് എത്ര നേരം ശ്വാസം പിടിച്ച് നിൽക്കാൻ പറ്റും? നമ്മുടെ നിറകെ വെള്ളം കയറിയുള്ള ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ കാണിക്കുന്ന വെപ്രാളാണ്. അപ്പോൾ ഈ 3 മിനിറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു മാക്സിമം ടൈം ഇട്ടേക്കുന്നതാണ്. 3 മിനിറ്റിനുള്ളിൽ നമുക്ക് നമ്മുടെ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നത് 3 മിനിറ്റിന് ശേഷമാണ്. അതാണ് ആ 3 മിനിറ്റ് പറയുന്നത്. നമുക്ക് ഒരു സാധാരണ നോർമൽ വ്യക്തിക്ക് ശ്വാസം പിടിച്ച് നിൽക്കാൻ പറ്റുന്ന സമയം വളരെ കുറവാണ്. നമ്മൾ തന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, എത്ര നേരം നിങ്ങൾക്ക് ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വെള്ളത്തിൽ വീണുള്ള അവസ്ഥയോ, നമ്മൾ ആദ്യം വലിക്കുന്ന വെള്ളമായിരിക്കും വലിച്ചു കയറ്റുന്നത്. അപ്പോൾ അപകടത്തിൽ പെടാനുള്ള സാധ്യത കൂടുതലാണ്. കഴിവത് അറിയാൻ വയ്യാത്ത സ്ഥലത്ത് ഇറങ്ങാതിരിക്കുക. ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ട് ഇറങ്ങുക. നമുക്ക് ഇന്നലെ രാത്രി ഒരു 9:30 കോൾ വന്നത്. അതായത് 2 കുട്ടികൾ ഈ കനാലിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് കോൾ വന്നത്. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ സ്പോട്ടിലെത്തിയിരുന്നു. നമ്മുടെ ചെങ്ങന്നൂർ ടീമും അതേപോലെ പത്തനംതിട്ട സ്കൂബ ടീമും സ്പോട്ടിലെത്തിയിരുന്നു. അന്നേരം ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു. കാരണം ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മീറ്ററോളം ഹൈറ്റുണ്ട്. ടോട്ടൽ ഡെപ്ത് ഒരു 4 മീറ്ററോളം ഹൈറ്റും ഭയങ്കര ഒഴുക്കുമാണ്, ഭയങ്കര കുത്തൊഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ഡൈവ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. എങ്കിൽ നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു 1.5-2 കിലോമീറ്ററോളം ഡൈവ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഇന്നലെ ഒരു 12:30-1 മണിയോടുകൂടിയാണ് നമ്മൾ ഡൈവിങ് അവസാനിപ്പിച്ചത്. രാവിലെ നമുക്ക് 7 മണിക്ക് തന്നെ എത്തിച്ചേർന്നു. കൃത്യമായിട്ട് നമ്മൾ ഇപ്പം ഒരു മീറ്ററോളം വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ 4-5 ഡൈവേഴ്സ് ഒന്നിച്ചെന്ന് സെർച്ച് ചെയ്ത് പല സ്പോട്ടിൽ നല്ല ചെളിയുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ ചെളിയിൽ നല്ലപോലെ പൂണ്ട് കിടക്കുന്നതാണ്, നല്ലപോലെ താഴ്ന്ന് കിടക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് ആ 2 കുട്ടികളെ കണ്ടെത്താൻ സാധിച്ചത്. വളരെ വിഷമമുള്ള ഒരു അല്ലല്ല ഇറങ്ങിയത് നമ്മൾ ഇവിടുന്ന് ഒരു 100 മീറ്റർ അപ്പുറം നിന്നാണ് ഇറങ്ങിയേക്കുന്നത്. നമുക്ക് കിട്ടിയത് 2 സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5-2 കിലോമീറ്ററോളം വ്യത്യാസമുണ്ട്. വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണ്. ചെളിയിൽ നല്ലപോലെ താഴ്ന്ന് പൂണ്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. 3 പേരിൽ ഒരു കുട്ടി രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ അറിഞ്ഞേക്കുന്നത്. ഒന്നും അറിഞ്ഞില്ല, അതിനെപ്പറ്റി ആ ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞില്ല. അതെ ഒരുപാടുണ്ട്. അതെ നമുക്ക് ഇപ്പോൾ ഈ വെക്കേഷൻ, ഇനിയിപ്പോൾ അടുത്ത വെക്കേഷനോടെ വരികയാണ്. വേനലവധിയോടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടികളൊന്ന് എന്താ പറയുക, നീന്തൽ അറിയാത്ത കുട്ടികളാണെങ്കിൽ പോലും പിന്നെ അറിയാത്ത സ്ഥലങ്ങളിൽ പോയി ഡൈവ് ചെയ്യുന്നതാണ്, ഈ സ്വിം ചെയ്യുന്നതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ. എന്താണ് അവിടുത്തെ ആഴമെന്നോ ഒന്നും നമുക്കറിയില്ല. ഒരു രസത്തിന് പോയി നമ്മൾ ഡൈവ് ചെയ്യും. അപ്പോൾ മാക്സിമം പേരൻസിനോടാണെങ്കിൽ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ വേനലവധി സമയത്ത് സ്വിമ്മിങ് നന്നായിട്ട് പ്രൊഫഷണലി പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ കുട്ടികളെ വിട്ട് പഠിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തുക. അതുപോലെ സ്കൂൾ തലങ്ങളിൽ ഇവർക്ക് വേണ്ട ഒരു എന്താ പറയുക, സ്വിമ്മിങ് അവബോധം നൽകുക, പ്രാക്ടീസ് നൽകുക. അതാണ് ഇതിന് ഏറ്റവും ഉത്തമമായൊരു മാർഗ്ഗം. മുങ്ങിമരണങ്ങൾ ഇങ്ങനെ ഡെയിലി സംഭവിച്ചുകൊണ്ട്. എൻ്റെ പേര് സുനിൽ ശങ്കർ, ശരത് ചന്ദ്രൻ, രമാകാന്ത് സാറ്, നന്ദു, സുനൂപ്. ഞങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ സ്കൂബ ടീമാണ്. പത്തനംതിട്ട ചെങ്ങന്നൂർ 2 ടീമാണ്.